നമസ്കാരം. പത്തനംതിട്ട ഇലന്തൂരിൽ 2 മനുഷ്യജീവനുകളെ കഴുത്തറുത്ത് കൊന്ന് ബലി കൊടുത്ത വാർത്ത കേട്ട് ലോക മനസാക്ഷി മരവിച്ചിരിക്കുകയാണ്. അമ്മ സ്വന്തം കുഞ്ഞിന്റെ തലക്കടിച്ചു കൊന്നു, അച്ഛൻ സ്വന്തം മകളെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നു, കാമുകനോടൊപ്പം ജീവിക്കുന്നതിനായി സ്വന്തം മക്കളെയും ഭർത്താവിനെയും വിഷം കൊടുത്തു കൊന്നു. അങ്ങനെ നിരവധിയായ വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. സ്വാർത്ഥതയുടെ കൂമ്പാരമായി സമൂഹ മനസാക്ഷി മാറിക്കഴിഞ്ഞാൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കത്ത് തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? പട്ടിയെ കൊല്ലരുത്, എന്നാൽ കുട്ടിയെ കൊല്ലാം എന്ന നിയമം അനുശാസിക്കുന്ന ഈ നാട്ടിൽ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തിൻ്റെയൊക്കെ പേരിലായാലും മനുഷ്യജീവനെ നിയമാനുസൃതമായി കൊല്ലാൻ അനുവദിക്കുന്നു എങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും എങ്ങനെയും കൊല്ലാമെന്നുള്ള ഒരു പൊതു അവബോധം സമൂഹത്തിന്റെ ഉള്ളിൽ അറിയാതെ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് വിവിധ രാജ്യങ്ങൾ അബോർഷൻ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അബോർഷൻ നിയമങ്ങൾ കൂടുതൽ ഉദാരവൽക്കരിക്കുന്ന പ്രവണത ഇന്ത്യയിൽ വളരുന്നത് ആളുകളിൽ മൃഗീയമായി ചിന്തിക്കുന്ന പ്രവണത വർദ്ധിപ്പിക്കുകയുള്ളൂ. ജീവനെ സംരക്ഷിക്കാൻ സന്നദ്ധമായ ഒരു സംസ്കൃതിയിലേക്കാണ് രാജ്യം വളരേണ്ടത്. പെറ്റമ്മയ്ക്ക് വേണ്ടാത്ത ഒന്നായി ഗർഭസ്ഥ ശിശു മാറുന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ഇടപെടാനും കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും സർക്കാരും സമൂഹവും തയ്യാറാകണം. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർ ഇന്ന് നേരിടുന്ന ഇത്തരം പ്രധാന വെല്ലുവിളികൾ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനായി ഷക്കീന ടെലിവിഷൻ ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു. മനുഷ്യജീവനെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവന്റെ ജീവൻ എടുക്കുവാൻ പ്രേരകമാകുന്നുവോ? ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾക്കായി എത്തിയിട്ടുള്ള പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, KCBC പ്രോലൈഫ് സംസ്ഥാന സമിതി ജനറൽ സെക്രട്ടറി ശ്രീ ജെയിംസ് ആഴ്ചങ്കാടൻ എന്നിവർക്കും പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ ഒരു വിധിയും കൂടി വന്നിരുന്നു. MTP ആക്ടിന്റെ നിയമസാധ്യതകളെ പറ്റിയും അത് ഒരു അബോർഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. 23 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ഭ്രൂണം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ സ്ഥിതി? എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ഇതിനെ എതിർക്കുന്നത്? അല്ലെങ്കിൽ അതിന്റെ ഒരു സാങ്കേതിക വശം, ആ ഭ്രൂണത്തിന്റെ അവസ്ഥ എന്താണ്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? 23 ആഴ്ച പ്രായമുള്ള ഒരു ഗർഭസ്ഥ ശിശുവിന് മറ്റ് എല്ലാ കുഞ്ഞുങ്ങളെ പോലെ കഴിവുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ കുഞ്ഞിന്റെ സെൻസേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞിന് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, ശബ്ദം മനസ്സിലാക്കാം, ടച്ച് സെൻസേഷൻ, ടേസ്റ്റ് സെൻസേഷൻ, സ്മെൽ സെൻസേഷൻ, 5 സെൻസേഷൻസും കുഞ്ഞിന് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത് മാത്രമല്ല, കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചു തുടങ്ങുന്നു. നമ്മുടെ നാട്ടിൽ പോലും 22 ആഴ്ച കഴിഞ്ഞ 22 വീക്ക് 5 ഡേയ്സ് ബേബീസിനെ നമ്മളുടെ രാജഗിരി ആശുപത്രിയിൽ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞിന്റെ ശ്വാസകോശം പല ഘട്ടങ്ങളായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോ ഗർഭാവസ്ഥയിൽ വെച്ചിട്ട് കുഞ്ഞിന് വേണ്ട ഓക്സിജനും പോഷകങ്ങളും അമ്മയുടെ ബ്ലഡിൽ നിന്ന് പ്ലസന്റ് വഴിയാണ് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് എത്തണത്. അതേസമയം കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് സ്വയം ശ്വാസം എടുത്ത് അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള ഓക്സിജൻ കുഞ്ഞിന്റെ ശ്വാസകോശത്തിലൂടെ കുഞ്ഞിന്റെ ബ്ലഡിലേക്ക് കടക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രസവത്തിന് ശേഷം നമുക്ക് ഈ ശ്വാസകോശത്തിന്റെ ഡെവലപ്മെന്റിൽ ആൽവിയോളൈ എന്ന് പറയുന്ന ഡെവലപ്മെന്റ് നടക്കാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത കുറവാണ്. എന്നാൽ 24 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത അധികമാണ്. 26 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ 70% കുഞ്ഞുങ്ങൾ വരെ രക്ഷപ്പെടുമെന്നാണ് കണക്ക്. 34 ആഴ്ചയാകുമ്പോഴേക്കും അത് 97 മുതൽ 99% കുഞ്ഞുങ്ങളും രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോ ഈ 24 ആഴ്ച എത്തിയിട്ടില്ല, തൊട്ടു മുന്നത്തെ, അതായത് 23 ആഴ്ചയോ 22 ആഴ്ചയിലോ ഒക്കെ പലപ്പോഴും വേണ്ട സർഫെക്റ്റന്റ് എന്ന് പറയുന്ന മരുന്നുകളൊക്കെ ശ്വാസകോശം ഡെവലപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്നതായിട്ട് വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തുന്നു. ഇപ്പൊ നമ്മളുടെ നാട്ടില് കേരളത്തിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് 22 ആഴ്ച പൂർത്തിയായി 23 ആഴ്ചയിലെത്തിയ കുഞ്ഞുങ്ങളെ രാജഗിരി ആശുപത്രിയിൽ വെച്ച് രക്ഷപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വൈദ്യശാസ്ത്രത്തിന് അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴ് ഈ പറയുന്ന കുഞ്ഞ് ഒരു പൂർണ്ണ മനുഷ്യ ശിശുവാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ചും അതൊരു പൂർണ്ണ മനുഷ്യ ശിശു തന്നെയാണ്. ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു സമയം വെച്ചിട്ട് കുഞ്ഞിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, പ്ലേസ് ഓഫ് ലിവിങ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ മാത്രം വെച്ചിട്ട് കുഞ്ഞിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് അത് ഏറ്റവും വലിയ ഡിസ്ക്രിമിനേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ,
അതായത് ഡോക്ടർ ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യം 22 ആഴ്ചയുള്ള കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യ കുഞ്ഞ് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത്തരം കുഞ്ഞുങ്ങളെയാണ് കൊല്ലുവാൻ ഇപ്പോൾ അനുവാദം നൽകിയിരിക്കുന്നത്, എന്ത് നിയമത്തിന്റെ പേരിലായാലും. മനുഷ്യനെ കൊല്ലുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ ശ്രീ ജെയിംസ് ആഴ്ചങ്ങാടിലേക്ക് വരികയാണ്. അങ്ങ് പ്രോ ലൈഫിന്റെ KCBC സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പം ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ KCBCയുടെ ഒത്തിരി പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പ്രോ ലൈഫ് സമിതിയുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കൃത്യമായി നമ്മുടെ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ കൃത്യമായി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത്? എന്താണ് അത്തരം ചില കാര്യങ്ങളിലുള്ള തടസ്സം? എന്താണ്? താങ്ക് യു റോണി. അതായത് ഇവിടെ വരുന്നൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ശരിക്കും ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഈ വിധിയെ അല്ല ശരിക്കും നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ഈ MTP ആക്ട് തന്നെ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന 1971 കൊണ്ടുവന്ന ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയ ആ നിയമം തന്നെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്. അതായത് ആ നിയമം തന്നെ തെറ്റാണെന്നാണ് നമ്മുടെ വാദം. കാരണം ഒരു അണ്ടവും ബീജവും സംയോജിച്ച് ഭ്രൂണ അവസ്ഥയിലായി കഴിഞ്ഞാൽ ആ ഭ്രൂണാവസ്ഥ മുതൽ അതൊരു മനുഷ്യജീവനായിട്ട് കണക്കാക്കണമെന്ന് തന്നെയാണ് സഭയും മറ്റ് ലോകരാഷ്ട്രങ്ങളും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു ഭ്രൂണം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവൻ തന്നെയാണ്, അതിനൊരു മനുഷ്യ കുഞ്ഞായിട്ട് തന്നെ കാണണം. അത് തന്നെയാണ് സഭയും പറയുന്നത്, മറ്റ് എല്ലാ നിയമങ്ങളിലും തന്നെയാണ് വ്യാഖ്യാനം. പക്ഷെ ഇവിടെ ആ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് പ്രസവത്തിന് ശേഷം, അതായത് ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞിനെ മനുഷ്യജീവനായിട്ട് കണക്കാക്കൂ എന്ന ഒരു ധാരണ പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1971 വരേക്കും ഈ ഒരു ഭ്രൂണഹത്യ, അതായത് നിർബന്ധിത ഗർഭചിത്രം എന്ന് പറയുന്നത്, മനഃപൂർവ്വമുള്ള ഗർഭചിത്രം എന്ന് പറയുന്നത് ശിക്ഷാർഹമായിരുന്നു. അതായത് അത് ചെയ്തു കഴിഞ്ഞാല് 500 രൂപ, 1971 മുൻപാണെന്ന് ഓർക്കണം, 500 രൂപ പിഴയും 3 മുതൽ 7 വർഷം വരെ തടവുമുള്ള ഒരു ശിക്ഷയായിരുന്നു. അതിനെ വളരെ ഉദാരവൽക്കരിച്ചുകൊണ്ടാണ് 1971 ഒരു ലിബറൽ നിയമമായിട്ട്, അതായത് ഭ്രൂണഹത്യ ചെയ്യാം എന്ന രീതിയിൽ ആ ഭേദഗതി കൊണ്ടുവന്നത്, അതായത് നിയമം കൊണ്ടുവന്നത്. MTP ആക്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അപ്പൊ അതിന് പറയുന്ന ഒരു ന്യായം, ഇതിനു മുൻപ് ഈ ശിക്ഷ നടക്കുന്ന സമയത്ത് പലരും അവിഹിതമായിട്ട് അതല്ലെങ്കിൽ മറ്റു രീതിയിൽ ഈ ഭ്രൂണഹത്യ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് സ്ത്രീകൾ മരണപ്പെടുവാനായിട്ട് ഇടയാകുന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇത് വരുന്നത്. പക്ഷെ വാസ്തവത്തിൽ അതല്ലായിരുന്നു കാരണം. അതായത് അന്ന് പല ലോബികളും, ഇന്ത്യക്ക് പുറത്തുള്ള പല വൻകിട ലോബികളും ഈ ജനപ്പെരുപ്പം, ഇന്ത്യയിൽ വരുന്ന ജനപ്പെരുപ്പം കണ്ട് ഭയന്നുകൊണ്ട് ഇവിടെയുള്ള ജനപ്പെരുപ്പത്തെ നിയന്ത്രിക്കണമെന്ന് അവരുടെ ആവശ്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഭരണാധികാരികളെ സ്വാധീനിച്ചുകൊണ്ട് നടപ്പാക്കിയ ഒരു ഉത്തരവായിരുന്നു അത്. ഫലത്തിൽ എന്ത് സംഭവിച്ചു വന്നു വെച്ചാൽ 1971 മുതല് ഇപ്പോൾ ഈ 50 വർഷം പിന്നിടുമ്പോൾ, 2021 MTP ആക്ട് വന്ന് 50 വർഷം പൂർത്തീകരിക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യ കുഞ്ഞുങ്ങള് ഇവിടെ ബലി കഴിക്കപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു നിയമം ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇത് ഈ ഒരു സുപ്രീം കോടതി വിധി കഴിഞ്ഞ 29 വന്ന വിധിയിൽ പറയുന്നത് അന്നുണ്ടായിരുന്ന ആ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങളാണ്. എന്ന് പറഞ്ഞാല് ആ പർട്ടിക്കുലർ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് വിധി പ്രസ്താവിച്ചത്. പക്ഷെ നമ്മൾ പ്രോലൈഫേഴ്സ് പറയുന്നത് അതല്ല. ഇതിപ്പോഴേ കൈ വെട്ടണോ അല്ലെങ്കിൽ കാല് വെട്ടണോ അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്ന പോലെയാണ് ഇത്. അതല്ല, നമ്മൾ പറയുന്നത് അങ്ങനെ കയ്യും കാലും താനേ പാടില്ല. അതായത് ഈ MTP ആക്ട് തന്നെ പിൻവലിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു കൊലപാതക നിയമമാണ്. അതായത് ഒരാളെ വധിക്കാനുള്ള ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ എങ്ങനെയൊക്കെ വധിക്കണം എന്നുള്ള രീതികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് MTP ആക്ട് തന്നെ പിൻവലിക്കണം. അതായത് ഇത് എല്ലാ സ്ത്രീകൾക്കും എന്നാണോ അല്ലെങ്കിൽ പുരുഷനും കൂടെ അനുഭവിച്ചുകൊണ്ടാണ്, അതല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് നിന്ന് മാറ്റപ്പെടണമെന്നാണ്. എന്നാൽ എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടെങ്കിൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഗർഭചിത്രത്തിന് ശിക്ഷ വിധിക്കുകയും ശിക്ഷ നടപ്പാക്കുകയും
അതിനകത്ത് എക്സെപ്ഷണൽ കേസ് ആയിക്കൊണ്ട് ഇപ്പൊ ബലാത്സംഗത്തില് മാനസികമായിട്ട് അത്ര പ്രയാസപ്പെടുമെന്നൊക്കെ കരുതുമ്പോൾ ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ഒരുപോലെ ഭീഷണിയുള്ളപ്പോൾ അമ്മയ്ക്ക് ഒപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അത്തരത്തില് എക്സെപ്ഷണൽ കേസ് മാത്രമായിട്ട് ഒരു നിയമമാക്കി വെക്കണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ ഈ RTP ആക്ടില് ഇങ്ങനെ ഉദാരവൽക്കരിച്ച് പോകുന്നത് എത്രത്തോളം ശരിയെന്ന ഇതല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഈ ആക്ട് തന്നെ പിൻവലിക്കപ്പെടണം. അതാണ് പ്രോ ലൈഫേഴ്സിന്റെ വാദം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കേസുകളൊക്കെ സുപ്രീം കോടതിയിലൊക്കെ നടക്കുമ്പോൾ പ്രോ ലൈഫിന്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രോ ലൈഫിന്റെ നേതൃത്വത്തിലുള്ള അഡ്വക്കേറ്റ്സിനെ വെച്ച് കക്ഷി ചേരുകയും നമ്മുടെ വാദങ്ങളെ കൃത്യമായി അവതരിപ്പിക്കുകയും ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പലപ്പോഴും നമുക്ക് വരുന്നൊരു പ്രശ്നം ഇതാണ്. കാരണം ഇത്തരത്തിലെ നിയമങ്ങളും നിയമ ഭേദഗതികളും വരുത്തുന്ന കോടതികളിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങളുടെ പുറകിൽ ഫണ്ടിങ്ങിനായിട്ട്, അതായത് അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുവാനും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുവാനുമായിട്ട് ഒരുപാട് ലോബികൾ, അതായത് NGOs ഇന്നുണ്ട്. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് തന്നെ ഇതിനു വേണ്ടി നിലനിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം വരുന്നില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന്, അതായത് ഇത്തരത്തിലെ പ്രോ ലൈഫേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കകത്ത് ഇത്തരം കാര്യങ്ങളിൽ വേണ്ടവണ്ണം വാദിക്കുവാൻ വേണ്ട ശേഷി, അതല്ലെങ്കിൽ സാമ്പത്തിക സപ്പോർട്ട് നമുക്ക് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വരുന്നത് ഈ ഒരു കേസുകൾ നിയമത്തിന്റെ തലത്തിൽ വരുമ്പോൾ നമുക്ക് വേണ്ടവണ്ണം വാദിക്കാനായിട്ടുള്ള ഇത് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും നമ്മുടെ ഏറ്റവും നല്ല ശ്രമങ്ങളുടെ ഭാഗമായിട്ട് പല കേസുകളിലും നമ്മൾ കൗണ്ടർ ആർഗ്യുമെന്റ്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. നമുക്ക് പലപ്പോഴും കക്ഷി ചേരാനായിട്ടുള്ള സാവകാശം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കാരണം ഇത്തരം കേസുകൾ ഹൈക്കോടതിയിലേക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ അത് നേരിട്ട് മെഡിക്കൽ ബോർഡിലേക്ക് റെഫർ ചെയ്യുകയും മെഡിക്കൽ ബോർഡ് അഡ്വൈസിന്റെ പേരിൽ നേരിട്ട് അബോർഷൻ ചെയ്യാനായിട്ട് കോടതി ഇടപെടുകയും ചെയ്യാണ്. അപ്പൊ ആ മെഡിക്കൽ ബോർഡ് എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും എന്താ പറയാ, വൺ സൈഡഡ് ആയി പോകുമ്പോൾ അതിനൊരു സെക്കൻഡ് ഒപ്പീനിയൻ കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യത പോലും ഇല്ലാതെ ഗവൺമെന്റ് അല്ലെങ്കിൽ കോടതികൾ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ വിധി പ്രസ്താവിക്കുമ്പോൾ വി ഫൈൻഡ് സംടൈംസ് വി ആർ ഹെൽപ്ലെസ്. ഓക്കെ, ഞാൻ അതിലേക്ക് തന്നെ ആണ് വരാനിരുന്നത്. കാരണം മെഡിക്കൽ അഡ്വൈസ് കിട്ടാതെ ഇതിനകത്തെ മറ്റൊരു പ്രത്യേകത, നമ്മളെ 1971 നിയമം വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ 1971 തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ഒരു കോൺഫറൻസിനകത്ത് അന്നത്തെ പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിപ്പോ പ്രധാനമാണ്. കാരണം ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇതാണ്: ഏത് മുന്നേറ്റങ്ങൾക്കും, അതായത് സാംസ്കാരികമായാലും സാമൂഹികപരമായിട്ടായാലും സാമ്പത്തികപരമായിട്ടായാലും ശാസ്ത്രീയമായിട്ടാണെങ്കിലും ഏത് മുന്നേറ്റങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് പുരോഗതി നമ്മൾ നേടുമ്പോഴും അതിന്റെ പുറകില് ധാർമ്മികതയുടെ ഒരു അടിസ്ഥാനമില്ലെങ്കിൽ ഇതെല്ലാം മനുഷ്യന് എതിരായിട്ട് തന്നെ തിരിയുമെന്ന് അന്ന് ഈ നിയമം പാസ്സാക്കുന്ന അതേ സമയത്ത് തന്നെ പോളാറാമൻ മാർപ്പാപ്പ വാണിംഗ് തന്നിട്ടുണ്ട്. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പല പുരോഗതിയും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്റെ ധാർമ്മികതയുടെ നിലവാരം താഴ്ന്നുപോയി എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പലപ്പോഴും നീതിന്യായങ്ങളിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ മേഖലകളിലായാലും സംഭവിക്കുന്ന ഒരു അപജയം എന്ന് പറഞ്ഞാല് ഈ പർട്ടിക്കുലർ വ്യക്തികൾക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ധാർമ്മികതയുടെ ഒരു ബേസ് ഇല്ലാതെ വരുമ്പോൾ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ അധാർമികമായി പോവുകയാണ്. അതാണ് ഇന്നത്തെ വലിയൊരു പ്രശ്നം. അതായത് തീരുമാനമെടുക്കേണ്ട വ്യക്തികൾക്ക് ധാർമ്മികതയുടെ ഒരു ബേസ് ഉണ്ടെങ്കിലാണ് ആ ധാർമ്മികത അത്രത്തോളം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയുള്ളൂ. ഇവിടെ പറ്റുന്ന പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ധാർമ്മികതയുടെ അടിസ്ഥാനം പോലും ഇല്ലാത്ത ആളുകള് നമ്മെ ഭരിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു പ്രശ്നം എന്നും ഉത്ഭവിച്ചുകൊണ്ടിരിക്കും. നിയമത്തിന് മുന്നിൽ ധാർമ്മികതയ്ക്കും മനുഷ്യത്വത്തിനും വിലയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഡോക്ടർ ഫിൻഡോ, മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾ കോടതിയിലേക്ക് വരുമ്പോൾ മെഡിക്കൽ ബോർഡിലേക്ക് അഡ്വൈസ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളില് രണ്ടും ജീവൻ തന്നെയാണ്. അമ്മയുടെ ജീവന് വിലയുണ്ട്, കുഞ്ഞിന്റെ ജീവന് വിലയുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ 22 ആഴ്ചയുള്ള കുട്ടി എന്ന് പറയുന്നത് തികച്ചും ഒരു മനുഷ്യ കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മെഡിക്കൽ ബോർഡ് അത്തരം അമ്മയ്ക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ട് വരുന്നു? ഒന്ന്. രണ്ടാമത്, ഇതിന്റെ പുറകില് മറ്റെന്തെങ്കിലും ലോബിയിങ്ങോ അങ്ങനെയുള്ള സാധ്യതകളുണ്ടോ?
എന്റെ അനുഭവത്തില് ഇവിടെ ഈ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് തന്നെ തുടങ്ങാം. കാരണം അൺവാണ്ടഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഓഫ് ചോയ്സ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് മാറ്റിവെക്കാം. ഇപ്പൊ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ കുടുംബത്തിന് ഭാരമാണ്. ആ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും വളർത്തുന്നതും അതിൽ നിന്ന് നമുക്ക് അബോർഷൻ ചെയ്ത് ആ കുടുംബത്തെ രക്ഷിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതിൽ ആ ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന കുറെ ഡോക്ടർമാരെങ്കിലും ഉണ്ട്. അപ്പോ സഹനം അല്ലെങ്കിൽ ഈ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത് മണ്ടത്തരമാണ്. എന്ത് വിധേനയും ആ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തൊരു ഭാഗം കൂടി ഇപ്പോഴുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് MTP ആക്ട് ലീഗൽ ആയതിനു ശേഷം പുറത്തു വരുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യമുണ്ട് എങ്കിൽ ഡോക്ടർമാർക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു രീതിയും ഇപ്പോഴുണ്ട്. അതായത് ഗർഭാവസ്ഥയിൽ വൈകല്യം ഉണ്ടെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അബോർഷൻ ചെയ്യാമായിരുന്നു. അത് ഡോക്ടർ കണ്ടുപിടിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അബോർഷൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിന് നഷ്ടപരിഹാരം ഡോക്ടർ തരണം, ഈ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള ചെലവ് ഡോക്ടർ തരണം എന്ന് പറയുന്ന രീതിയിൽ ഡോക്ടർമാർക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഇന്നിപ്പോഴ് സംജാതമായിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു സംശയം കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോഴേക്കും എന്ത് വിധേനയും ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഡോക്ടർമാരുടെ ഒരു മനോഭാവം. അപ്പോ വൈകല്യമുള്ള കുഞ്ഞുങ്ങള് ഇപ്പൊ വൈദ്യശാസ്ത്ര മേഖലയിൽ, ഇപ്പൊ നീതി ന്യായ മേഖലയിലുള്ള ഒരു ഡിക്റ്റം ഞാൻ പറഞ്ഞുതരാം. ഒരാള് തെറ്റ് ചെയ്തെന്ന് 100% ഉറപ്പ് വന്നാൽ മാത്രമേ അയാൾക്ക് ശിക്ഷ വിധിക്കുള്ളൂ. അതായത് സംശയത്തിന്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ അയാൾ വെറുതെ വിടും. അതായത് 99 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടരുത്. അതാണ് നീതിന്യായ മേഖലയിൽ അവരെടുക്കുന്ന ഒരു ഡിക്റ്റം അല്ലെങ്കിൽ അവരുടെ ഒരു പോളിസി. വൈദ്യശാസ്ത്ര മേഖലയിൽ ഇന്ന് നേരെ തിരിച്ചാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുമ്പോഴേക്കും അവരെ നശിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ഡോക്ടർമാര്. കാരണം ഇനി ഈ കുഞ്ഞുങ്ങളെങ്ങാനും പുറത്തു വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾ നമ്മൾക്കെതിരെ കേസ് കൊടുത്താലോ, അപ്പൊ 99 നല്ല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, ഒരു വൈകല്യമുള്ള കുഞ്ഞു പോലും രക്ഷപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഡോക്ടർമാരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ ചർച്ചാ വിഷയമാക്കേണ്ടത്. കാരണം ഓരോ മനുഷ്യജീവനെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക, ഇതാണ് വൈദ്യശാസ്ത്ര മേഖലയിൽ ജീവന്റെ ശുശ്രൂഷകർ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ജീവനെ സംരക്ഷിക്കുക, സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക, ബഹുമാനിക്കുക. ഇതിന് പകരം എനിക്കെതിരെ കേസ് കൊടുത്താലോ എന്ന് പേടിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുമ്പോഴേക്കും കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരം, ഈ ഒരു സംസ്കാരത്തിന്റെ ജീവൻ ഭാരമാണ് എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഡോക്ടർമാരുടെ ഇടയിൽ വേര് പിടിച്ചിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ താഴേക്ക് പോകുന്നു. എന്റെ അനുഭവം പറയാം. ഞാൻ എന്റെ ഹൗസ് സർജൻസി, MBBS കഴിഞ്ഞ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ ലേബർ റൂമിൽ വെച്ചിട്ട് മരുന്ന് വെച്ച് ആ പെൺകുട്ടി, ഞങ്ങൾ ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടേഴ്സാണ്, അപ്പൊ ഞാൻ അടുത്ത് കണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, ഡോക്ടറെ കുഞ്ഞ് എന്റെ വയറിന്റെ ഉള്ളിൽ വല്ലാണ്ട് കിടന്ന് അനങ്ങുന്നു. ഈ കുഞ്ഞിന്റെ അനക്കം എന്ന് അവർ പറയുമ്പോഴേ ഞങ്ങൾക്കറിയാം അത് അനക്കമല്ല, കുഞ്ഞിന്റെ പെടച്ചിലാണ്. കാരണം ഗർഭപാത്രം അതിശക്തമായിട്ട് ചുരുങ്ങുമ്പോൾ ഈ കുഞ്ഞിന് വേണ്ട ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ കുഞ്ഞിന്റെ പെടച്ചിലാണ്, വല്ലാണ്ടുള്ള അനക്കമായിട്ട് ഈ അമ്മ ഫീൽ ചെയ്യുന്നത്. ഏതാനും മിനിറ്റുകൾ ഓർ മണിക്കൂറുകൾക്കുള്ളിൽ ആ അമ്മ പ്രസവിച്ചു, കുഞ്ഞിനെ പ്രസവിച്ചു. അതായത് ഈ പറഞ്ഞ പോലെ 22 ആഴ്ച പ്രായമുള്ള ആ കുഞ്ഞിനെ ആ അമ്മ പ്രസവിക്കുകയും ആ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. ആ കുഞ്ഞിന്റെ അനക്കം അമ്മയുടെ ഹൃദയത്തിൽ നിന്ന്, ഒരുപക്ഷെ ശരീരത്തിലെ അമ്മ ഒരുപക്ഷെ മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം അനക്കം അനുഭവിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ പെടച്ചിൽ അത് കണ്ടു നിന്ന് എനിക്ക് പോലും അത് മറക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ മനുഷ്യജീവനെ നശിപ്പിക്കാനായിട്ട് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എളുപ്പമാണെങ്കിലും അതിന്റെ വരുംവരായികകള് വളരെ കഠിനമാണ്. ഇനി ഇതിനു വേണ്ടിയുള്ള ലോബിയിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്താണ് ഒരിക്കല് ഗുജറാത്തിലോ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് സ്വീഡനിൽ നിന്നുള്ള ഒരു സംഘടനയുടെ ഫണ്ടിങ്ങോട് കൂടിയിട്ട് ഫോക്സി എന്ന് പറയുന്ന ഗൈനക്കോളജി സംഘടന
ഒരു പൈലറ്റ് സ്റ്റഡി, അബോർഷൻ ചെയ്യാനായിട്ട് മാനുവൽ വാക്വം ആസ്പിറേറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നതിന്റെ പൈലറ്റ് സ്റ്റഡി. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം അബോർഷൻ ചെയ്യുന്ന ഉപകരണങ്ങളുടെ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ചില വിദേശ സംഘടനകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവരുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്താഗതി ഇതാണ്, ജീവൻ എന്നുള്ളത് ഭാരമാണ്. അപ്പൊ ജീവൻ എന്നുള്ള ഭാരം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ബാക്കി എല്ലാം ബിൽഡ് ചെയ്ത് വരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുക. ജീവൻ ഭാരമാണോ അനുഗ്രഹമാണോ എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യത്തിന് നമ്മൾ വിശ്വസിക്കുന്നു ജീവൻ എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. അപ്പൊ ജീവൻ ഭാരമാണെന്ന് വിശ്വസിക്കുന്നവര് ജീവനെ നശിപ്പിക്കാനായിട്ട് കൂട്ടുനിൽക്കുമ്പോഴ് ജീവൻ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് ഒന്ന് ഉറക്കെ അത് പറയാനുള്ള അവസരങ്ങൾ പോലും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്നുകൂടി ഒരു വ്യക്തത വരുത്തുന്നതിന് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോ ഈ 22 ആഴ്ച അല്ലെങ്കിൽ 23 ആഴ്ചയുള്ള ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ കേട്ടിട്ടുള്ളത് ചില കേസുകളിൽ അത് മുറിച്ച് മാറ്റപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ്. എന്താണ് അതൊരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് അതിനകത്ത് വ്യക്തമായിട്ട് പറയാനുള്ളത്? സാധാരണഗതിയിൽ മുറിച്ച് DNC അല്ലെങ്കിൽ ഡയലറ്റേഷൻ ആൻഡ് ഇവാക്യുവേഷൻ എന്നുള്ള ഒരു പ്രൊസീജിയർ 13 ആഴ്ചയ്ക്ക് ശേഷം 3 മാസത്തിന് ശേഷം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ ഗർഭാശയമുഖം വികസിപ്പിച്ച് ഗർഭപാത്രം ചുരുങ്ങാനായിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് പ്രസവിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ 20 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈവൻ 13 ആഴ്ചയ്ക്ക് ശേഷം ചെയ്യുന്ന രീതി. അപൂർവം ചില ഡോക്ടർമാരാണ് ഈ എന്താ പറയാ കുഞ്ഞിന്റെ തലയൊക്കെ ഞെക്കി ഉടച്ച് DNC ചെയ്തെടുക്കുന്ന രീതി അപൂർവമാണ്. അപ്പൊ മിക്കവാറും സ്ഥലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഗർഭപാത്രം ചുരുങ്ങാനായിട്ടുള്ള, അതായത് പ്രസവിക്കാനായിട്ടുള്ള മരുന്നുകൾ, ഗർഭാശയമുഖം വികസിക്കാനും പ്രസവിക്കാനായിട്ടുള്ള മരുന്നുകൾ. അപ്പൊ 18 ആഴ്ചയിൽ കുഞ്ഞിന്റെ അനക്കം അറിഞ്ഞു തുടങ്ങുന്ന ഒരു അമ്മയ്ക്ക് ഈ കുഞ്ഞിന്റെ പെടച്ചിലൊക്കെ തീർച്ചയായിട്ടും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും കുഞ്ഞ് പുറത്തു വരുമ്പോഴും കുഞ്ഞ് ഗ്യാസ്പ് ചെയ്യുന്നുണ്ടാവും, കുഞ്ഞിന്റെ ശ്വാസം എടുക്കുന്നതും ഈവൻ ഈ 26 ആഴ്ചയിലൊക്കെ കുഞ്ഞ് കരയുന്നതും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോ ഇത് വിജയിക്കാതെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ വയറ് കീറി തന്നെ യൂട്രസും മുറിവിട്ടിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരുന്നു. അത് അമ്മയുടെ ഫ്യൂച്ചർ ഫെർട്ടിലിറ്റിക്ക് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകള് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. വളരെ ഗൗരവതരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അങ്ങനെ ഹിസ്റ്ററോട്ടമി ചെയ്യുന്ന കേസുകളിൽ അമ്മമാർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇതൊന്നും പലപ്പോഴും കണക്കിലെടുക്കുന്നില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രൊസീജിയർ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ആഘാതങ്ങള്, അമ്മമാരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ എന്നുള്ള പേരിലൊക്കെയാണ് അബോർഷൻ ചെയ്യുന്നതെങ്കിലും പലപ്പോഴും ഇതിന് ശേഷമുള്ള, ഇപ്പോ റോയൽ കോളേജ് ഗൈഡ് ലൈൻസിലൊക്കെ പറയുന്നുണ്ട് അബോർഷൻ ചെയ്തതിന് ശേഷമുള്ള സ്ത്രീകളുടെ മാനസിക കാര്യങ്ങൾക്ക്, മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കണം. കാരണം അത്രയും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ്, ഡിപ്രഷൻ, മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ അവർ പോകുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഓക്കെ, ശ്രീ ജെയിംസ് ആഴ്ചങ്ങാടൻ, ഇപ്പോൾ ഭ്രൂണഹത്യകൾ നടക്കുന്നു. അത് ചില രാജ്യങ്ങളിലൊക്കെ അത്തരം ഭ്രൂണങ്ങൾ എടുത്ത് മനുഷ്യന് കഴിക്കുന്നതിന് വേണ്ടി ഫ്രൈ ചെയ്ത് ലഭിക്കുന്നു, അല്ലെ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നു, ഡിസ്പ്ലേയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ ചിലപ്പോൾ നെറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്? നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യത്വം, ധാർമ്മികതയ്ക്കും ഒക്കെ ശരിക്കും ഘടകവിരുദ്ധമായ ഇടപെടലുകളല്ലേ ഇതെല്ലാം സൊസൈറ്റിക്ക് നൽകുന്നത്? നേരത്തെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്ത്രീയുടെ മാനസിക സംഘർഷാവസ്ഥ കുറയ്ക്കുന്നതിനാണ് അബോർഷന് ചില കോടതിയൊക്കെ സാധ്യതകൾ കൊടുക്കുന്നത്. ഈ മാനസിക സംഘർഷാവസ്ഥ എന്ന് പറയുന്നത് കുഞ്ഞിനുമുണ്ട്. അതായത് കുഞ്ഞിനെ സംബന്ധിച്ച് ശബ്ദിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണത്. ആ കുഞ്ഞിന് വേണ്ടി ശബ്ദിക്കേണ്ടത് പൊതുസമൂഹവും നമ്മുടെ നിയമ പരിരക്ഷകളുമാണ്. പക്ഷെ അത് ശബ്ദിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ അത് ഇങ്ങനെയുള്ള ചില കൾച്ചറുകള്, സംസ്കാരങ്ങള്, മൃതസംസ്കാരങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരം മൃതസംസ്കാരങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരുന്നതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുള്ള നരബലിയും അതുപോലെയുള്ള വളരെ മൃഗീയമായ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്? പ്രോ ലൈഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് അങ്ങേക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1971 ഈ നിയമം വന്നപ്പോഴേ അവിടെ 3 ഓപ്ഷനൽസിലാണ് ഇത് ചെയ്യുവാനായിട്ടുള്ള ഇത് പറയുന്നത്. അതായത് ഒന്ന് അമ്മയുടെയോ കുഞ്ഞിന്റെയോ രണ്ടുപേരുടെയും ജീവനെ ഭീഷണിയുള്ളപ്പോൾ തീരുമാനിക്കാമെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതുകൂടാതെ ബലാത്സംഗ കേസുകളില് സ്ത്രീയുടെ മാനസികാവസ്ഥ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് അതാണ് പറയുന്നത്. പിന്നെ വരുന്ന 2 ക്ലോസുകളിലും
സ്ത്രീയുടെ മാനസികാവസ്ഥ പ്രശ്നമുള്ളത് കൊണ്ട് അത് അബോർട്ട് ചെയ്യാമെന്ന ഒരു രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇവിടേക്കുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഭ്രൂണത്തെ അല്ലെങ്കിൽ ഈ ഭ്രൂണാവസ്ഥയിലുള്ള മനുഷ്യ കുഞ്ഞിനെ ഒരു വ്യക്തിയായി, ഒരു മനുഷ്യ വ്യക്തിയായി കാണുവാനായിട്ട് സമൂഹവും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം കിടക്കുന്നത്. നമ്മുടെ മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട്. മദർ തെരേസ പറയുന്നത് ഇതാണ്: ഒരു രാജ്യത്ത് കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ഒരു നിയമമുള്ളപ്പോൾ മറ്റേത് നിയമത്തിനാണ് അവിടെ നിലനിൽപ്പുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇന്ന് 2000 ആണ്ടിന് ശേഷം എനിക്ക് തോന്നുന്നു 18ഓളം നിയമങ്ങൾ കുഞ്ഞുങ്ങളുടെ, അതായത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പോക്സോ ആക്ട് ഒക്കെ വരുന്നത്. അത്തരത്തിൽ ഈ 18ഓളം നിയമങ്ങള് കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ 1971 ഈ നിയമം കുഞ്ഞുങ്ങളെ കൊല ചെയ്യുവാനായിട്ട് അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: അങ്ങനെയെങ്കിൽ ഈ 18 നിയമങ്ങളുടെ പ്രസക്തി എവിടെയാണ്? അതായത് ഒരു കുഞ്ഞിനെ അതിന്റെ ജനനാവസ്ഥയിൽ തന്നെ കൊന്നുകളയുവാനായിട്ട് ഒരു നിയമമുള്ളിടത്ത് പിന്നെ എന്ത് കുഞ്ഞുങ്ങളുടെ സംരക്ഷണമാണ്, എന്ത് ശിശു സംരക്ഷണമാണ് ഇവിടെ നടപ്പിലാക്കുവാനായിട്ട് സാധിക്കുക? അത് മാത്രമല്ല ഇതിലൊരു വിഷയമുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ അമ്മയുടെ മാനസിക നില എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെങ്കിൽ, ഈ ഭ്രൂണഹത്യ ചെയ്ത അതേ ഗർഭപാത്രങ്ങളിൽ തന്നെയാണ് പിന്നെ ജനിക്കുവാനിടയുള്ള കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്. അപ്പൊ ഈ അമ്മയുടെ മാനസികാവസ്ഥ മാത്രമല്ല ഈ കുഞ്ഞിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഒരു കൊലപാതകം നടന്ന ഒരു വീട് നമ്മളൊരു പക്ഷേ ആ വീട്ടിന് വില കിട്ടില്ല, വിൽക്കാൻ ശ്രമിച്ചാൽ വില കിട്ടില്ല. എന്താ കാരണം? നമ്മുടെ ഒരു വിശ്വാസമുണ്ട്, അവിടെ ഒരു കൊലപാതകം നടന്ന സ്ഥലമാണ്, അത് വാങ്ങാനായിട്ട് തയ്യാറാവില്ല. ഞാൻ അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകതയുണ്ട്. മാനസികമായിട്ട് ഈ കുഞ്ഞിനെ കൊടുക്കുന്ന ആ അമ്മ ഒരു ഭ്രൂണഹത്യ ചെയ്ത, അബോർഷൻ ചെയ്ത, നിർബന്ധമായിട്ട് ഗർഭചിത്രം നടത്തിയ ഒരു ഉദരത്തിനകത്ത് വീണ്ടും ഒരു ജന്മം കൊടുത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഈ കുഞ്ഞിനെ ജനനത്താൽ തന്നെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? എനിക്ക് ആവശ്യമില്ലാത്തതിനെ തട്ടിക്കളയാമെന്നും എന്റെ സ്വാർത്ഥതയ്ക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാമെന്നാണ്. അപ്പൊ ഈ 50 വർഷം കൊണ്ട് ഇവിടെ സമൂഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക തലങ്ങളിലെല്ലാം ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു പ്രതിധ്വനി എന്നോടാണ് ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും മറ്റേ ഹീനമായിട്ടുള്ള പ്രവൃത്തികളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ മനുഷ്യന്റെ ജനനത്താൽ തന്നെ, അതായത് 50 വർഷമായി ഈ നിയമം കൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ചോര ഒഴുക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ നാട്. അതുകൊണ്ട് തന്നെ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഈ രക്തത്തിന്റെ, ജീവനുകളുടെ വില നമ്മൾ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇവിടെ മനുഷ്യന്റെ മനസ്സിൽ തന്നെ, മനുഷ്യന്റെ സംസ്കാരത്തിന് തന്നെ, മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് തന്നെ അപജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രതിഫലനങ്ങളാണ് നാം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നലെ പോലും നടന്ന ഈ ഒരു സംഭവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് പ്രൊലൈഫേഴ്സ് പറയുന്നത് ഈ ഒരു കൊലപാതക നിയമം MTP ആക്ട് എടുത്തു മാറ്റണമെന്ന്. ഇത് എടുത്തു മാറ്റാത്തിടത്തോളം ഇതിന് ഏതൊക്കെ രീതിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചാലും ഈ ഒരു പ്രശ്നം അണുബോംബ് സൂക്ഷിക്കുന്ന പോലെയുള്ള ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഇത് ഗർഭപാത്രത്തിലെ അണുബോംബ് തന്നെയാണ്. അതായത് ഗർഭപാത്രത്തെ നശിപ്പിച്ച് കളയുവാനുള്ള ഒരു നിയമമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുക. അതുകൊണ്ട് തന്നെ ഈ നിയമം മാറ്റപ്പെടണമെന്നാണ് നമ്മൾ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ വ്യക്തമാണ്. മറ്റൊരു കാര്യം കൂടി ഇതിന്റെ ഒപ്പം സമയക്കുറവുണ്ട്, അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ജനിച്ചിട്ടുള്ള ഒരു കുട്ടി, സ്ത്രീക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഭ്രൂണഹത്യക്ക് സാധിക്കും. അതിന്റെ ഭർത്താവിന് താല്പര്യമില്ലെങ്കിലും സ്ത്രീയുടെ താല്പര്യത്തിനാണ് പ്രാധാന്യമെന്നും കൂടി കോടതി അവിടെ പറയുന്നുണ്ട്. ഇത് മുന്നോട്ട് കൂടുതൽ സങ്കീർണതയിലേക്കാണ് പോവുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പൊതുസമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ആർക്കാണ്, എന്തിനാണ് വില കൽപ്പിക്കുന്നത്? നിയമങ്ങൾ എന്തിനു വേണ്ടി? മനുഷ്യന് വേണ്ടിയോ? മനുഷ്യന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്. പൊതുസമൂഹത്തിന് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാനായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു പൊതുസമൂഹത്തെ എടുക്കുന്നതിന് വേണ്ടി ആയിരിക്കണം നിയമങ്ങളും നിയമ സംരക്ഷണങ്ങളും നടക്കേണ്ടത്. ഇന്ന് ഫയർ റൂമിൽ ചർച്ച ചെയ്ത മനുഷ്യജീവനെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവന്റെ ജീവൻ എടുക്കുവാൻ പ്രേരകമാകുന്നു എന്നുള്ളൊരു വിഷയമായിരുന്നു. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾക്കായി എത്തിയിട്ടുള്ള പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, KCBC പ്രൊലൈഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജെയിംസ് ആഴ്ചങ്ങാടൻ എന്നിവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി കാണാം. അതുവരേക്കും ഏവർക്കും ഗുഡ് ബൈ.